പാചകവാതകം കിട്ടാനില്ല. ഈ നിലവിൽ ഈ പ്രതിസന്ധി നടക്കുന്ന സമയത്ത് ഒരു 4 അംഗ കുടുംബത്തിന് എന്താ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ഷൻ എന്തായിരിക്കും? ഒന്ന്, അവരുടെ പാചക രീതികൾ മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന ഭക്ഷണം നമ്മൾ ഒരിക്കലും കുടുംബം ഒരുമിച്ചിരുന്നല്ല ഭക്ഷണം കഴിക്കുന്നത്. ഓരോ തവണയായിട്ട് പലരും പല സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ വീണ്ടും വീണ്ടും ചൂടാക്കുന്ന ഒരു സ്വഭാവം പല സ്ഥലത്തും ഉണ്ടാക്കുന്നുണ്ട്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റു ഗുണങ്ങൾക്ക് ഉപരിയായിട്ട് ഇത്തരം ഒരു ഊർജ്ജ നഷ്ടം ഉണ്ടാകുന്നുണ്ട്. പിന്നെ റെഫ്രിജറേറ്ററുകളിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം, പല തവണയായിട്ട് നമ്മൾ പാചകം ചെയ്യുന്നതിന് പകരം ഒരുമിച്ച് പാചകം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പാചകം ചെയ്യുന്നതും ഉപയോഗിക്കുന്ന രീതി, പ്രഷർ കുക്കർ ഉപയോഗിക്കുക, ശരിയായ രീതിയിൽ ഉപയോഗിക്കുക. അതേസമയം മറ്റൊരു സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പലപ്പോഴും നമ്മൾ പുറമേ നിന്ന് വാങ്ങിയ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ തിരിച്ചറിയുന്നില്ല വാസ്തവത്തിൽ അവരുണ്ടാക്കുന്ന പ്രശ്നം. കാരണം അവിടെ നിന്ന് ഇവിടം വരെ വരാൻ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തന്നെ വേണം. ഇപ്പം നമ്മൾ LPG ക്ഷാമം മാത്രമേ പറയുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ അത് പെട്രോളും ഡീസലും ഒക്കെ ആയിട്ട് മാറും. ഇന്ന് ഒട്ടും പോപ്പുലർ അല്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബയോഗ്യാസ് പ്ലാന്റുകളാണ്. ഞാൻ എൻ്റെ വീട്ടിൻ്റെ പുറകിലൊരു ബയോഗ്യാസ് പ്ലാന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. 10-18 വർഷത്തിലധികമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ വീട്ടിൽ 2 പേരേ ഉള്ളൂ ഞങ്ങൾ. ഞങ്ങളുടെ അടുക്കളയിലെ പാത്രം കഴുകിയ വെള്ളവും കുറച്ച് പച്ചക്കറി വേസ്റ്റ് മാത്രം മതി, കഞ്ഞിവെള്ളവും മാത്രം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെ ഗ്യാസ് കിട്ടും. 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, എനിക്ക് കളയാൻ വേസ്റ്റ് ഒന്നുമില്ല. ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ വരുന്ന പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്ന ആളുടെ വേസ്റ്റ് അല്ലാതെ മറ്റ് മാലിന്യങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ല. ആ മാലിന്യത്തിനെ തിരിച്ച് നമുക്ക് ഊർജ്ജമായിട്ട് ഉപയോഗിക്കാനും പറ്റും.